അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും റാബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10-15 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഈ സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സാൻഡ്വിച്ചിൽ മയോണൈസ് ഒട്ടും തന്നെ ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോസ് തയ്യാറാക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൈദ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സോസിൻ്റെ ടേസ്റ്റ് ആകെപ്പാടെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് സമയം ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ഈ മൈദയിൽ ഒട്ടും കട്ടയില്ലാത്ത വിധം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് തിക്കായിട്ടൊരു ക്രീമി ആയിട്ട് വേണം ഈ സോസ് തയ്യാറാക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ടാണ് ഞാൻ ഈ സാൻഡ്വിച്ച് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ക്യാപ്സിക്കം, ചെറിയ ഒരു ക്യാപ്സിക്കം കൂടി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ സോസില്ലേ, അത് ആവശ്യാനുസരണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാബേജ്, കുക്കുംബർ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ തയ്യാറാക്കിയ ആ സോസ് ഈ ഒരു വെജിറ്റബിൾസിന് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഇതിന് അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു. ഇനി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിങ് തയ്യാറായി. ഇനി നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ബ്രെഡാണ് ഇതിന് നല്ലത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ സോസ് തയ്യാറാക്കിയത് ബട്ടർ വെച്ചായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇനി ബട്ടർ ചേർത്ത് കൊടുക്കുന്നില്ല. ബട്ടറിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഈ ടൊമാറ്റോ സോസ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ബട്ടർ ഒന്ന് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടൊമാറ്റോ സോസ് കൂടി സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആവശ്യാനുസരണം വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ചീസ് സ്ലൈസ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ട് ഞാൻ 5 സെറ്റ് സാൻഡ്വിച്ച്
ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോഴേക്കും ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ബാക്കിയുള്ളവയെ ഇതുപോലെ ചെയ്തെടുക്കാം. പുറം ഭാഗം ചെറിയൊരു ക്രിസ്പിയും അതുപോലെ അകം നമ്മൾ ഈ സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമാകും. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.